ജീവിതത്തിൽ കഷ്ടതയിൽ കൂടി കടന്നു പോകാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഒരു അസ്തമനമുണ്ടെങ്കിൽ ഒരു സൂര്യോദയം ഉണ്ട്. കഷ്ടതകൾ ദൈവത്തിൻ്റെ ചൂട് ചുംബനങ്ങൾ മാത്രം ആണ്. കഷ്ടതകൾ ദൈവത്തിൻ്റെ വരങ്ങൾ മാത്രം എന്ന് നാം തിരിച്ചറിയണം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പിയർ 1:29. കഷ്ടതകൾക്ക് പുറകെ വരുന്ന മഹത്വങ്ങൾ ഏതെന്ന് നമുക്ക് തിരുവെഴുത്തുകളിലൂടെ പരിശോധിച്ച് നോക്കാം. വലിയ നന്മ വരുന്നതിന് മുൻപ് ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ഗോതമ്പ് മണി നിലത്ത് കിടന്ന് അഴിഞ്ഞാലേ അതിൽ നിന്നും നല്ല ഫലം പുറപ്പെടുകയുള്ളൂ. നവജാത ശിശുവിൻ്റെ പുഞ്ചിരിക്ക് പിന്നിൽ ഒരമ്മയുടെ ദുസ്സഹമായ വേദനയുണ്ട്. ഒരു പ്രമോഷൻ ലഭിക്കണമെങ്കിൽ പരീക്ഷയിലൂടെ കടന്നു പോകണം. ഒരു ചിത്രശലഭം പുറത്തു വരണമെങ്കിൽ അത് പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകണം. ജീവിതത്തിലെ കഷ്ടതകളെ ദുരിതങ്ങളായി നാം കാണരുത്. ഒരു തട്ടാൻ ചട്ടിയിൽ തീ കത്തിച്ച് സ്വർണത്തെ തീയിൽ പഴുപ്പിക്കുമ്പോൾ തട്ടാന്റെ കണ്ണ് സ്വർണത്തിൽ തന്നെയായിരിക്കും. കാരണം തട്ടാന്റെ ലക്ഷ്യം സ്വർണം തനിത്തങ്കമായി മാറണമെന്നതാണ്. കഷ്ടതകളിൽ കൂടി കടന്നു പോകുമ്പോൾ തട്ടാനെ പോലെ ദൈവത്തിന്റെ കണ്ണ് നമ്മിൽ തന്നെയായിരിക്കും. കാരണം കഷ്ടതകളിൽ കടത്തിവിട്ട് നമ്മെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല നമ്മുടെ ദൈവം. നേരെ മറിച്ച് നമ്മോടൊപ്പം ഇരുന്ന് നമ്മുടെ കഷ്ടങ്ങളെ നന്മയ്ക്കും മഹത്വത്തിനുമായി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തെ കാണുവാനായി കഷ്ടതകൾ ദൈവം നമുക്ക് നൽകിയേക്കാം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കുതിരപ്പുറത്ത് നിന്നും ദൈവം ശൗലിനെ വീഴ്ത്തി അന്ധത വരുത്തിയത് യേശുവിനെ ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇയ്യോബ് കഷ്ടതയിൽ കൂടി ദൈവത്തെ രുചിച്ചറിഞ്ഞു. ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ദൈവത്തെ കാണുന്നതിനും അവൻ നല്ലവനെന്ന് രുചിച്ചറിയുന്നതിനും വേണ്ടിയാകുന്നു. കഷ്ടതകൾ ജീവിതത്തിൽ ഫലം തരുവാനായി മാറുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. യോഹന്നാൻ 15:1-2 ഈ ഭൂമിയിൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ദൈവഹിതത്തിന് അനുസൃതമായി നാം വളരണം. ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ നമ്മെ ഒന്ന് ചെത്തും, ചിലപ്പോൾ വെട്ടുകയും ചെയ്യും. അത് വേദന നൽകും. എന്നാൽ കഷ്ടതയിൽ കൂടി കടക്കുമ്പോൾ നാം ഒരു ഫലം കായ്ക്കുന്ന പച്ചമരമായി നിലകൊള്ളും. കഷ്ടതകൾ കൂടുതൽ ഫലം കായ്ക്കുന്നതിനായി നമ്മെ സഹായിക്കും. കഷ്ടതകൾ നമുക്ക് ശക്തി പകരുന്നതാണ്. സൈനികർക്കെല്ലാം ധാരാളം മനഃശക്തിയും കരുത്തും ഉണ്ട്. കാരണം അവർ അനേക യുദ്ധങ്ങളെ അഭിമുഖീകരിച്ചവരാണ്. ജീവിതത്തിലെ കഷ്ടതകൾ ജീവിതത്തിൽ പുതുശക്തിയും കരുത്തും നൽകുന്നതാകുന്നു. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ച് എന്ന് ആവർത്തനം 32:11 വായിക്കുന്നു. പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്തെ വൃക്ഷശിഖരങ്ങളിൽ കൂടുവയ്ക്കുന്ന കഴുകൻ മുള്ളുകൊണ്ട് കൂടുണ്ടാക്കി അകത്ത് പഞ്ഞിയും ചകിരിയും വച്ച് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അവയ്ക്ക് വേണ്ടി ഭക്ഷണം തേടിപ്പിടിച്ച് വായിലിട്ട് അരച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകി അവയെ പോറ്റുന്നു. നല്ല പോഷകാഹാരം കിട്ടി വളരുന്ന കുഞ്ഞ് കൂട്ടിൽ സുഖമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ തള്ളക്കഴുകൻ പഞ്ഞിയും ചകിരിയും എടുത്ത് അവയെ പുറത്തേക്ക് തള്ളിയിടും. എന്ത് ക്രൂരതയാണ് തള്ളക്കഴുകൻ കാണിക്കുന്നത് എന്ന് കരുതി ആ കുഞ്ഞ് കഴുകൻ താഴേക്ക് പതിക്കുമ്പോൾ ആ തള്ളക്കഴുകൻ പാഞ്ഞു വന്ന് ആ കുഞ്ഞിനെ തൻ്റെ തോളിൽ വഹിച്ച് പറന്നുയരും. ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രക്രിയ ആരംഭിക്കുമ്പോൾ
കുഞ്ഞു കഴുകന് മനക്കരുത്തും ശക്തിയും ലഭിക്കും. ജീവിതത്തിലും ദൈവം നമ്മെ പരിപാലിക്കുന്നതും ഈ വിധമാണ്. കഷ്ടതകൾ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നതാകുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാവരും കഷ്ടതകളിൽ കൂടി കടന്നുപോയി മഹത്വമണിഞ്ഞവരാണ്. യേശു നീണ്ട കഷ്ടതയിൽ കൂടി കടന്നുപോയി. കഷ്ടതകളിൽ യേശു പരിഭവിച്ചില്ല, ആരെയും പഴിചാരിയില്ല. ദൈവഹിതത്തിന് വഴങ്ങി പിതാവിന് തന്നെ സമർപ്പിച്ചു. പല കോടതികളും മാറി മാറി വിസ്തരിച്ച് കുറ്റങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ചൊരിഞ്ഞപ്പോഴും രോമം കത്രിക്കുന്നവന്റെ മുൻപിൽ കുഞ്ഞാട് പോലെ മിണ്ടാതിരുന്നു. എന്നാൽ എല്ലാം കഷ്ടതകളെയും ഭേദിച്ച്, കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. കഷ്ടതകൾ നൽകുന്ന വലിയ ഒരു മഹത്വമാണ്. ജീവിതത്തിലെ സകല കഷ്ടങ്ങളും ദൈവ കരങ്ങളായി സ്വീകരിച്ച് ദൈവകൃപയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.